കേൾവികളും നയന മനോഹരമായ കാഴ്ചകളും കണ്ടാസ്വദിക്കാൻ, പ്രകടനങ്ങൾ കണ്ടു രസിക്കാനാണ് നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയത്. കുട്ടികൾ ചെയ്യുന്ന എന്തു രസമായിരിക്കും നമുക്ക്. അതിലെ താളവും താളപ്പിഴകൾ പോലും രസമായിരിക്കും. ഒരു ചുവട് പിഴച്ചു പോയാൽ പോലും അതിലൊരു രസം നമ്മൾ കണ്ടെത്തും. അതുകൊണ്ടാണ് പല വീഡിയോകളും വൈറലാവുന്നത്. ചിലപ്പോൾ പാട്ട് പാടുമ്പോൾ വരി മാറിയിട്ടുണ്ടാകും, നൃത്തം ചെയ്യുമ്പോൾ ചുവട് പിഴച്ചിട്ടുണ്ടാകും. പക്ഷെ അത് വൈറൽ കട്ടുകളായിട്ട് നമ്മൾ കാണാറുണ്ട്, അത് നമ്മൾ ആസ്വദിക്കാറുണ്ട്. അതിനുള്ള കാരണം അതിനകത്തുള്ള നിഷ്കളങ്കതയാണ്. കളങ്കമേശാത്ത മനസ്സുകൊണ്ട് അവർ ചലനം ചെയ്യുമ്പോഴുള്ള ആ ഒരു സംഗതിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇത് പറയുമ്പോൾ ഓർമ്മ വന്നത്, ഈ അടുത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, ഒപ്പന കളിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന യുവജനോത്സവത്തിൽ. ഒപ്പന കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി, വലിയ കുട്ടികൾ ഒപ്പന കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വീണു. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? വീണിട്ടും ആ വീഴ്ച വകവെക്കാതെ, മൈൻഡ് ചെയ്യാതെ കളിച്ചുകൊണ്ടിരിക്കണം, കളിയിൽ മുഴുകി നന്നായി കളിച്ചുകൊണ്ടിരിക്കാൻ കുട്ടി. യഥാർത്ഥത്തിൽ നമ്മൾ ആ വീഡിയോ കണ്ടു, വലിയ വിഷമം തോന്നി, സഹതാപം തോന്നി. ഇത്തരം രംഗത്തെ നമ്മൾ പഴിച്ചു. യഥാർത്ഥത്തിൽ അവിടെ കുട്ടികളല്ല ഉത്തരവാദികൾ, ആ ഒപ്പന കളിച്ച കുട്ടികളല്ല. കാരണം അവരെ പറഞ്ഞു പഠിപ്പിച്ച, അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾക്ക് മാനുഷിക മൂല്യം കൽപ്പിക്കാത്ത നിയമങ്ങളാണ് അവിടെ പ്രശ്നം. ഒരു കുട്ടി വീണാൽ അത് ഏത് വീഴ്ചയോ ആവാം, മാനസിക സമ്മർദ്ദം കൊണ്ടാവാം, എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ കൊണ്ടാവാം. വല്ലതും സംഭവിച്ചാലോ? ആ കുട്ടിയോടെ നമുക്ക് ആ കളി നിർത്തിയിട്ട് തുടരാനുള്ള അവകാശം നൽകണം, അല്ലെങ്കിൽ കളി നിർത്തിയിട്ട് തലകം തുടങ്ങാനുള്ള അവകാശം നൽകണം. അപ്പൊ അത്തരം ചട്ടക്കൂടുകൾക്കുള്ളിലാണ് നമ്മളുള്ളത്. കളിക്കപ്പുറം, അല്ലെങ്കിൽ കലയോടൊപ്പം മാനുഷിക മൂല്യങ്ങൾ കൂടി നമ്മൾ പകരേണ്ടതുണ്ട്. ഈ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ KG ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.